കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു ക്രിസ്മസ് പുലരിയിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. അതെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, അനുദിനം സമാധാനവും സന്തോഷവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ ലോകത്തിൽ സമാധാനത്തിന് സന്തോഷത്തിനുമായിട്ട് ലോക മനുഷ്യർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം കൈവരിക്കേണ്ടതിനായിട്ട് ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെ ഇതര മോഹങ്ങളിൽ ജീവിതം മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നൈമിഷികമായി മാത്രം ലഭിക്കുന്ന അല്പ സന്തോഷം അത് നിലനിൽക്കുന്നതല്ല എന്ന് പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ ക്രിസ്തുമസ് ദിനത്തിൽ, അഥവാ നമ്മുടെ അരുമനാഥൻ നമുക്ക് വേണ്ടി ജനിക്കപ്പെട്ട ഈ ദിനത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ സമാധാനമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് സമാധാനത്തിനായിട്ട് നെട്ടോട്ടമോടുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവ് നിന്റെ അസമാധാനങ്ങളെ മാറ്റും. ജീവിതത്തിൽ നൈമിഷികമായിട്ട് ലഭിക്കുന്ന സമാധാനത്തെ അതേ നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുമ്പോൾ വലിയവനായ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, മാനവരാശിക്ക് വേണ്ടി ആമേൻ സകല ലോകത്തിൻ്റെയും സമാധാനത്തിനും സന്തോഷത്തിനുമായിട്ട് ഞാൻ ഈ ജീവിതം ഉന്നതങ്ങളെ വെടിഞ്ഞുകൊണ്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് തൻ്റെ ജീവിതം നമുക്കായി ബലിയർപ്പണം ചെയ്തുവെങ്കിൽ അക്കാൽവറിയിലേക്ക് നാം നോക്കുക. അക്കാൽവറിയിൽ നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർഗസ്ഥ പിതാവ് പറയുന്നു, കർത്താവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്നും ക്ഷമയുടെ ആമേൻ മകുടോത്തരമായി നിൽക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോട് പറയുകയാണ്, ആമേൻ സമാധാനത്തോടെ ജീവിക്കുക. ഈ പകൽക്കാലത്തിങ്കൽ, ഈ പ്രഭാതത്തിങ്കൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുവാനുണ്ട്. ലോകത്തിൽ എന്തിലും സമാധാനം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മുടെ ആശ്രയങ്ങൾ മാറിപ്പോകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, എന്തിനേറെ പറയേണ്ടു ഈ ലോകത്തിലെ സകല ബന്ധങ്ങളും ആമേൻ കല്ലറയോളം നിൽക്കുമ്പോൾ അരുമനാഥനായ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം പലപ്പോഴും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി അവന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മുടെ ജീവിതങ്ങളെ ഇന്നും നിലനിർത്തുമ്പോൾ കല്ലറയോളമുള്ള സ്നേഹത്തെക്കാൾ അറുതി വരുത്തിക്കൊണ്ട് ആമേൻ നിത്യതയോളം സ്നേഹം നൽകുവാൻ നമുക്ക് വേണ്ടി പങ്കപ്പാടേറ്റ കർത്താവ് പറയുകയാണ്, നീ എന്നിൽ വിശ്വസിപ്പീൻ. ഈ സുപ്രഭാതത്തിൽ, ഈ നല്ല ദിവസത്തിൽ നമ്മൾ കർത്താവിനെ കണ്ടെത്തുവാൻ, അഥവാ കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടറിലേക്ക് വരുവാൻ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നാം ആഗ്രഹിക്കുന്ന ഒരു സമാധാനം, നാം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നു മാനിപ്പാൻ ഇടയാകും. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമോ? പരിശുദ്ധ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലത്തിൽ വെളിപ്പെടട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആമേൻ. ദൈവപ്രസാദം നമ്മുടെ മേൽ ഉണ്ടാകണം. എങ്ങനെയാണ് നമുക്ക് ദൈവപ്രസാദം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നതാകിയാൽ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ വചനപ്രകാരം, ആമേൻ, അവന്റെ ഇഷ്ടപ്രകാരം അങ്ങയുടെ താല്പര്യം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നാം ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രസാദിപ്പാനിടയാകും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ സകലവിധമാകുന്ന പ്രതികൂലങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെയും അവൻ നീക്കി നിരപ്പാകും. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന സകല ദുർഘടങ്ങളെയും താമ്രകഥകളെയും ഇരുമ്പോടാമ്പലുകളെയും ഖണ്ഡിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നാം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ശ്വാസം, ആമേൻ, ഒരു നിമിഷം ദൈവം
ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ ആമേൻ അത് പുറത്തേക്ക് വിടുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം പറയുകയാണ്, തന്നിൽ വിശ്വസിപ്പീൻ, തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ ലോകത്തിലെ നൈമിഷികമായ ജീവിതവും സുഖവും സന്തോഷവും തേടി ആമേൻ ജീവിതത്തെ ഇല്ലായ്മയിലേക്ക് വല്ലായ്മയിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോകുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, വിശ്വസിക്കുക, വിശ്വസിക്കുക. കർത്താവ് പറയുന്നു, ആമേൻ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിലെ സമാധാനങ്ങൾക്ക് ആമേൻ അതിർവരമ്പുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആമേൻ ആ അതിർവരമ്പുകൾക്ക് അപ്പുറമായി എന്നേക്ക് നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന അരുമ കർത്താവിനെ ഈ പ്രഭാതത്തിൽ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എത്ര പേർ തയ്യാറാകും? ആമേൻ. ഒന്ന് ചിന്തിച്ചാട്ടെ. ആമേൻ. നമ്മുടെ അരുമ രക്ഷകൻ ആമേൻ ഈ ഡിസംബർ 25 എല്ലാവരും വിശ്വസിക്കുന്ന ഏത് ദിനവുമാകട്ടെ, ഈ പകൽക്കാലത്തിങ്കിൽ നമുക്ക് വേണ്ടി ജന്മമെടുത്തുവെങ്കിൽ ആമേൻ അവന് കിടക്കുവാൻ ഒരിടം കണ്ടെത്താൻ ഹല്ലേലൂയ ഇടയില്ലാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി സകലവും നൽകി, നമുക്ക് പാർക്കുവാൻ തക്ക ഭവനം നൽകി, നമുക്ക് ഉപജീവന മാർഗത്തിനുള്ള ആമേൻ കാര്യങ്ങൾ ജോലികൾ നൽകി തന്ന്, ആമേൻ നമുക്ക് ശ്വസിക്കുവാൻ പ്രാണവായു തന്ന്, ജീവനും ഭക്തിക്കും വേണ്ടത് അനുനിമിഷം നൽകി തന്ന് നമ്മെ നടത്തിയ ആ സ്നേഹത്തെ ഇന്ന് പകൽ ആരെങ്കിലും ആമേൻ ധ്യാനിക്കുവാൻ തയ്യാറായാൽ, ഓർക്കുവാൻ തയ്യാറായാൽ, അവർക്ക് ആർക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തെ വിട്ട് മാറിപ്പോകുവാൻ ഇട വരികയില്ല. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് വേണ്ടി എല്ലാമായി തീർന്നവൻ, നമുക്ക് ജീവിതത്തിൽ വേണ്ടിയതെല്ലാം നൽകി തന്നവൻ, സഞ്ചരിക്കുവാൻ വാഹനം, ആമേൻ പാർക്കുവാൻ ഭവനം, ധരിക്കുവാൻ വസ്ത്രം, നമ്മുടെ ജീവിതത്തിൽ നാം ചോദിച്ചതിലും നനച്ചാലും അത്യന്തം പരമായി ദൈവമെന്നെ നടത്തിയെന്ന് ചങ്കത്ത് കൈവച്ച് പറയുവാൻ ആമേൻ ഇന്ന് എത്ര പേർ തയ്യാറാകും? അവർക്ക് വേണ്ടിയാണ് നീതിസൂര്യനായ ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടുന്നത്. ആകയാൽ ആ ദൈവകരങ്ങളിലേക്ക് പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവകൃപയോടെ ഹല്ലേലൂയ കർത്തസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വേളയെങ്കിൽ ആമേൻ സന്തോഷത്തിന്റെ സുദിനം കർത്താവെ പങ്കിടുമ്പോൾ സ്നേഹസ്വരൂപനായ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും തിരിച്ചറിയുവാൻ അത്യുന്നതങ്ങളിൽ ആമേൻ വസിക്കേണ്ടിയവൻ സകല ഉന്നതികളെയും വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി സകലവും അങ്ങ് ആമേൻ ആമേൻ ഈ ദിവസകാലങ്ങളിൽ അങ്ങ് വെളിപ്പെടുത്തി അങ്ങയുടെ ജീവിതത്തിൽ വേണ്ടിയ നന്മകളെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി എല്ലാമായി തീരുവാൻ അങ്ങ് കരുണ കാണിച്ചുവെങ്കിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കട്ടെ. കർത്താവേ, ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച ആശീർവദിച്ചാട്ടെ. ഈ സന്ദേശത്തിന് മുൻപിൽ ഹൃദയത്തെ സമർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടറിലേക്ക് വരുവാൻ ആരെങ്കിലും തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവേ, അവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കട്ടെ. സ്വർഗം അവർക്കായി പ്രവർത്തിക്കണമേ. ഈ നിമിഷം അവരുടെ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയായി സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ അസമാധാനത്തെ നീക്കി ആമേൻ അവരുടെ നിലവിളികളെ മാറ്റി, അവരുടെ പ്രതികൂല ഘട്ടങ്ങളെ അകറ്റി, എന്നേക്കും അവർക്കായുള്ള ദുർഘടങ്ങളെ, താമരകഥകളെ, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച ദൈവം അവർക്കായി പ്രവർത്തിക്കുവാൻ പോകുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയായി സ്തോത്രം. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. വിശ്വസിക്കുന്ന കർത്താവേ, അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനായി സ്തോത്രം. നന്മകളാൽ നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ. മാറാനാഥാ.